ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. അപ്പോൾ നമ്മുടെ CSEBയുടെ ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞ ദിവസമായിരുന്നു, ഫെബ്രുവരി 15 അത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇംഗ്ലീഷും GKയും പൊതുവെ ടഫായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം വന്നിരിക്കുന്നത്. പിന്നെ അതിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ അതാലോചിച്ച് വിഷമിച്ചിരിക്കരുത്. കാരണം ഇന്ന് നമുക്ക് 3-4 മാസം കൂടുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത എക്സാം വരും. അപ്പോൾ ഈ എക്സാമിന് പഠിച്ചത് മറന്നു പോകാതെ അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ പഠിക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച 2 ആഴ്ച നമ്മളത് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടച്ചെല്ലാം വിട്ടുപോകും. നമ്മൾ ഇത്ര നാളും പഠിച്ചതെല്ലാം നമ്മൾ മറന്നു പോകും. പിന്നെ വീണ്ടും നമുക്ക് ആദ്യം മുതലിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുത്താതെ ഇപ്പം നമ്മൾ പഠിച്ചതെല്ലാം വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് പഠിക്കുക. 3-4 മാസം കഴിഞ്ഞ് എക്സാം വരുമ്പോൾ വീണ്ടും എല്ലാം ഈസി ആവും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്ന് എല്ലാവരും പഠിക്കുക നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച നമുക്കുള്ള എക്സാം എന്ന് പറയുന്നത് കേരാഫെഡിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമാണ്. നമ്മുടെ കേരള ബാങ്കിൻ്റെ സെയിം സിലബസ് തന്നെയായിരുന്നു കേരാഫെഡിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിനും പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സാണ് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, പിന്നെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ചാപ്റ്ററാണ്. അപ്പോൾ ഈ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, പിന്നെ അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, സോൾ ട്രേഡേഴ്സ്, അതും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസസും, പിന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്തും, പിന്നെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ICA അത് ഡെവലപ്പ് ചെയ്തെടുത്ത ഓരോ സ്റ്റേജസും, പിന്നെ കോപ്പറേഷൻ്റെ വാല്യൂസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതെല്ലാം എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 2 ടോപ്പിക്കിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ 2 ടോപ്പിക്കിൽ നിന്നും JCIയുടെ എക്സാമിനും കേരള ബാങ്കിൻ്റെ സെയിം സിലബസ് ആയിരുന്നു. കേരള ബാങ്കിൻ്റെ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു 10-17 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ദ ഫോളോയിങ് ആർ ദ കോമൺ പോയിൻറ്റ്സ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് കൺസേൺ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ക്യാപിറ്റലിസ്റ്റ് കൺസേണിൻ്റെയും കോമൺ പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, അതിൽ ഒരു കോപ്പറേറ്റീവ് ബേസിസിലായിരിക്കും എല്ലാ ഇതും നടക്കുന്നത്. വർക്കിംഗ് ടുഗെദർ ജോയിൻ്റ്ലി എന്നുള്ളതാണ് കോപ്പറേഷൻ്റെ മീനിങ്. കുറച്ച് ആളുകൾ വോളണ്ടറി അസോസിയേഷൻ ചെയ്തിട്ട് ഒരു ഇക്വാലിറ്റിയുടെ ബേസിസിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഇപ്പോൾ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം എന്തായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ പോയിൻറ്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻ അറ്റ് വെരി ലോ പ്രൈസ്. രണ്ടാമത്തെ പോയിൻ്റ്, ബോത്ത് എംപ്ലോയി എക്സിക്യൂട്ടീവ് ആൻഡ് പേ ദം വെൽ. മൂന്നാമത്തേത്, ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. നാലാമത്തത്, നൺ ഓഫ് ദ എബവ്. ഇതിൽ ഇൻകറക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. D എന്ന് പറഞ്ഞാൽ 4 ഓൺലി, അതായത് നൺ ഓഫ് ദ എബവ് ആണ് ഇൻകറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ക്യാപിറ്റലിസ്റ്റ് കൺസേണും കൂടിയിട്ടുള്ള കോമൺ പോയിൻറ്റ്സ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടും ബിസിനസ് എഫിഷ്യൻസിയിൽ വിശ്വസിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ ക്യാപിറ്റലിസവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിസിനസ് എഫിഷ്യൻസിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. കോപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, കോപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ വോളണ്ടറി മെമ്പർഷിപ്പ് ഈക്വാലിറ്റി ബേസിസിൽ കൂടുന്നതാണ് നമ്മുടെ കോപ്പറേഷൻ എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം എന്തായിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത് സോഷ്യലിസം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലിസത്തിൽ എല്ലാം ആരായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ക്യാപിറ്റലിസത്തിൽ. സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാം
പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് എന്ത്, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തിലാണെങ്കിൽ എല്ലാം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ആരായിരിക്കും, പബ്ലിക് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ്റെയും സോഷ്യലിസത്തിനും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ്, കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിംസ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ പോയിന്റ്, ബോത്ത് ലേ എംഫാസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. മൂന്നാമത്തത്, ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദ ഈവിൾ ഇഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. നാലാമത്തത്, ഓൾ ഓഫ് ദ എബവ്. ഓപ്ഷൻ എ 4 ഓൾ ഓഫ് ദ എബവ് എന്നുള്ളത്. ഓപ്ഷൻ ബി 2 and 3 ഓൺലി. ഓപ്ഷൻ സി 3 and 1 ഓൺലി. ഓപ്ഷൻ ഡി 1 ഓൺലി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്നത്. അതായത് കോപ്പറേഷനും സോഷ്യലിസത്തിനും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എല്ലാം അപ്രോപ്രിയേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിം അറ്റ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ്. അതായത് കോപ്പറേഷനും സോഷ്യലിസവും എയിം ചെയ്യുന്നത് വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. അതെ, കോപ്പറേഷൻ എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, വെൽഫെയർ ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് സോഷ്യലിസം. അടുത്തത്, ബോത്ത് ലേ എംഫാസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിലാണ് രണ്ടും വിശ്വസിക്കുന്നത്. ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദ ഈവിൾ ഇഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. രണ്ടിലും, കോപ്പറേഷനിലാണെങ്കിലും സോഷ്യലിസത്തിലാണെങ്കിലും നോ കോമ്പറ്റീഷൻ ആണ്. സോ എല്ലാം അതിൽ വരും. ആൻസർ ഓപ്ഷൻ എ ആണ്, 4 ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ട്രേഡർ ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോൾ ട്രേഡർ ബിസിനസ്സും കോപ്പറേറ്റീവ് സൊസൈറ്റീസും തമ്മിലുള്ള ഡിഫറൻസ്. സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരാൾ ചെയ്യുന്ന ബിസിനസ്, ഒരാളൊറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ സോൾ ട്രേഡർ ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ, ദ മെയിൻ എയിം ഓഫ് സോൾ ട്രേഡർ ബിസിനസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്, വേറസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റെൻഡർ സർവീസസ് ടു മെമ്പേഴ്സ്. സോൾ ട്രേഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സർവീസ് ടു മെമ്പേഴ്സാണ്. അത് ശരിയാണ് ആ പോയിന്റ്. പിന്നെ അടുത്തത്, ബോത്ത് ഓർഗനൈസേഷൻ ഈസ് അൺലിമിറ്റഡ്. രണ്ട് ഓർഗനൈസേഷനും അൺലിമിറ്റഡ് ആണെന്ന്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. സോൾ ട്രേഡേഴ്സിൻ്റെ അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് അത് രണ്ടുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറയാൻ പറ്റില്ല, ഡിഫറൻസ് ആണ് അതിൻ്റെത്. അടുത്തതെന്ന് പറഞ്ഞാൽ, സോൾ ട്രേഡർ കനോട്ട് റേസ് ക്യാപിറ്റൽ by issuing shares, whereas cooperative societies capital is raised by issuing shares. ഓക്കെ, സോൾ ട്രേഡർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടല്ല. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്, മൂന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. നാലാമത്തത് ഓൾ ഓഫ് ദ എബവ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 and 3 ഓൺലി. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് അല്ലേ. രണ്ടും എന്താണ്, സോൾ ട്രേഡർ ബിസിനസ്സിൻ്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഡിഫറൻസ് ആണ്. സോൾ ട്രേഡർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും കോപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ് ടു മെമ്പേഴ്സ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ, സോൾ ട്രേഡർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തതുകൊണ്ടല്ല, പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 and 3 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? ഓപ്ഷൻ എ, റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓപ്ഷൻ ബി, റൈറ്റ് ഓഫ് ഫ്രീ എൻ്റർപ്രൈസ്. ഓപ്ഷൻ സി, റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഓപ്ഷൻ ഡി, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഗെയിൻ. ഇതിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഓഫ്, ആദ്യത്തേത് റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം വരുന്നത്. അതെന്ന് വെച്ചാൽ ഒരാളുടെ മുതലാളിത്തമാണ് ക്യാപിറ്റലിസത്തിൽ വരുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസ്, പാരമ്പര്യം അതിൽ വരുന്നുണ്ട്. റൈറ്റ് ഓഫ് ഫ്രീ എൻ്റർപ്രൈസസ് അത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഗെയിൻ, ഒരാൾ
ഒരു പ്രൈവറ്റ് ഗെയിൻ അതിൽ വരുന്നുണ്ട്, പ്രോഫിറ്റ് മോട്ടീവാണത്, ഇല്ലേ, അങ്ങനത്തെ ഉള്ളതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അത് ക്യാപിറ്റലിസത്തിൽ ഉണ്ടാവില്ല. ക്യാപിറ്റലിസത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറല്ല. ബാക്കി മൂന്നെണ്ണം ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്? ഓപ്ഷൻ എ ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി കോപ്പറേഷൻ, ഓപ്ഷൻ ഡി കമ്മ്യൂണിസം. ഇതിലേതാണ് സ്റ്റേറ്റ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റലിസത്തിൽ ഏതാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ക്യാപിറ്റലിസത്തിൽ വരുന്നത്. ഓക്കെ. കമ്മ്യൂണിസത്തിലാണെങ്കിലോ പബ്ലിക്കാണ്, എല്ലാ ഓണർഷിപ്പും കാര്യങ്ങളും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പബ്ലിക്കിലാണ്. കോപ്പറേഷൻ ആണെങ്കിൽ കോപ്പറേറ്റീവ് ബേസിസിൽ കുറച്ച് വോളണ്ടറി അസോസിയേഷനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഓണർഷിപ്പ് വരുന്നത് ഏതാ? സോഷ്യലിസം. സോഷ്യലിസത്തിലാണ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഷ്യലിസം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ? ഓപ്ഷൻ എ DR ഗാഡ്ഗിൽ, ഓപ്ഷൻ ബി DG കാർവേ, ഓപ്ഷൻ സി സർ ഫെഡറിക് നിക്കോൾസൺ, ഓപ്ഷൻ ഡി ഡോക്ടർ വില്യം കിങ്. ആരാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ഐഡിയ ഫസ്റ്റ് തന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, DR ഗാഡ്ഗിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ഈസ് ദ മാക്സിം ഓഫ്? ഓപ്ഷൻ എ ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി കമ്മ്യൂണിസം, ഓപ്ഷൻ ഡി കോപ്പറേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, കമ്മ്യൂണിസം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്, അതെന്താണ്? കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോർപ്പറേറ്റ് ബോഡി റെപ്രസെൻറ്റ്സ്? ഓപ്ഷൻ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി ബോത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി രജിസ്ട്രേർഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോർപ്പറേറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബോത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനെയും ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് appropriate answer from the option given below. Rochdale principles first stage include the following: 1. Open membership, രണ്ടാമത്തത് അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, മൂന്നാമത്തത് ഡെമോക്രാറ്റിക് കൺട്രോൾ, നാലാമത്തത് ക്യാഷ് ട്രേഡിംഗ്. റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഉദ്ദേശിക്കുന്നത്. റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആദ്യം ഉണ്ടാക്കിയ പ്രിൻസിപ്പിൾസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ നേരത്ത് ഓപ്പൺ മെമ്പർഷിപ്പ്, അത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ അങ്ങനെയല്ലായിരുന്നു, എന്തായിരുന്നു? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ട്രേഡിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആൻഡ് 4 ഓൺലി. 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഈ 3 പ്രിൻസിപ്പിളുമാണ്. ഇത് അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നല്ല, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതിൽ വരുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേഡ് ഗുഡ്സ്. ഇത്രയും വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രിൻസിപ്പിളാണ് ഇത്രയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാത്തതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1, 2 ആൻഡ് 4 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വൈ റോച്ച്ഡെയിൽ ഈസ് കോൾഡ് പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് റോച്ച്ഡെയിലിനെ പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നതെന്ന്. They are responsible for organizing the first permanent successful cooperative store. They succeed in giving a definite shape to the cooperative movement. The individuals involved therein were outstanding personalities. നാലാമത്തത് their profit are shared equally among members. Option A, third only. Option B, 1 and 2 only. Option C, 1, 2 and 3 only. Option D, 1, 2, 3 and 4. അപ്പോൾ ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദ ഫസ്റ്റ് പെർമനൻറ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ. അവരാണ് ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ കൊണ്ടുവന്നത്. അതെ, റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആയിരുന്നു ഫസ്റ്റത്തെ സക്സസ്ഫുൾ സ്റ്റോർ എന്ന് പറയുന്നത്. ദേ സക്സീഡ് ഇൻ ഗിവിങ് ഡിഫൈൻഡ് ഷേപ്പ് ടു ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അവർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഒരു ഡിഫൈൻഡ് ഷേപ്പ് കൊണ്ടുവന്നതിൽ വിജയിച്ചു. ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ദയർ ഇൻ വെയർ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. പിന്നെ പ്രോഫിറ്റ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സിന് ഈക്വലിയാണ് പ്രോഫിറ്റ് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിളിൽ പഠിക്കാനുള്ളത് എന്താണ്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എന്നാണ് പഠിക്കാനുള്ളത്, ഇല്ലേ? ലിമിറ്റഡ്. അതുപോലെ തന്നെ പാട്രോണേജ് ഡിവിഡൻഡ് ആയിരുന്നു. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 and 3 ഓൺലി. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇവർ പ്രോഫിറ്റ് കൊടുത്തത് എങ്ങനെയായിരുന്നു? പാട്രണേജ് ഡിവിഡൻഡ് ആയിരുന്നു. അതുപോലെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നാലാമത്തതിൽ അത് വരില്ല. 1, 2, 3 ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ICAയുടെ സെക്കൻഡ് സ്റ്റേജിലെ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സ്റ്റേജ് ആയിരുന്നു. ICA അത് അഡോപ്റ്റ് ചെയ്തപ്പോൾ ഉള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ICA അഡോപ്റ്റ് ചെയ്തപ്പോൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും രണ്ടായിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ICAയുടെ പ്രിൻസിപ്പിളിന് അഡോപ്റ്റ് ചെയ്തപ്പോൾ വന്നത് ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. റോച്ച്ഡെയിലിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ICA അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് ഓപ്പൺ മെമ്പർഷിപ്പാണ്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക് കൺട്രോള്. പിന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. പിന്നെ പേയ്മെൻറ്റ് ഓഫ് പാട്രോണേജ് ഡിവിഡൻഡ്. പിന്നെ ഉള്ളതാണ് ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയുമാണ് ICA അഡോപ്റ്റ് ചെയ്തത്. ഇതിൽ ആദ്യത്തെ 4 പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി 3 നമ്മൾ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ICAയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവർ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും അതിന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്പൺ മെമ്പർഷിപ്പ് എസെൻഷ്യലാണ്, ഡെമോക്രാറ്റിക് കൺട്രോൾ എസെൻഷ്യലാണ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ എസെൻഷ്യലാണ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യലാണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്. ഇത് 3 എസെൻഷ്യൽ ആയിട്ടുള്ളത്. ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയുമാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ നോൺ എസെൻഷ്യലാണ്. ആൻസർ 1, 2 and 3 ഓൺലി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 and 3 ഓൺലി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA ഇൻക്ലൂഡ് ദ ഫോളോയിങ്. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്,
മൂന്നാമത്തത് ക്യാഷ് ട്രേഡിംഗ്, നാലാമത്തത് പാട്രണേജ് ഡിവിഡൻഡ്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു 3 നോൺ എസെൻഷ്യലാണെന്ന്. ഏതൊക്കെയാണ്? ക്യാഷ് ട്രേഡിംഗ് നോൺ എസെൻഷ്യലാണ്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി നോൺ എസെൻഷ്യലാണ്. പിന്നെ ഏതാണ്? സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഇത് ICAയുടെ ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രിൻസിപ്പിളാണ്, അതും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അതും നോൺ എസെൻഷ്യലാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ 1, 2, 3 ആണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 and 3. അപ്പോൾ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ ഇത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995 ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഏതൊക്കെയാണെന്ന് 1995 നമ്മുടെ പ്രിൻസിപ്പിൾസിൽ ഏതൊക്കെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ 1995 പ്രിൻസിപ്പിളിലുള്ളതാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് 95 പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ അതും 95 പ്രിൻസിപ്പിളിലുള്ളതാണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അതും ഏതാണ്? 95 പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 1, 2, 3 and 4 4 95 പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. 1995 ഇവാൻ മാക്ഫേഴ്സൻ്റെ 1992 അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവാൻ മാക്ഫേഴ്സൺ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റീനെ 1994 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതനുസരിച്ച് 1995 ഇംഗ്ലണ്ട് മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് നടന്ന ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ചിട്ട് നടന്ന നമ്മുടെ ICAയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ ഇവാൻ മാക്ഫേഴ്സൻ്റെ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. അതിൽ 7 പ്രിൻസിപ്പിളാണ്: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who recommend the revised cooperative principle by ICA in 1995? Option A, Dr. William King. Option B, Dr. Ivan Macpherson. Option C, Sir Frederick Nicholson. Option D, Professor D.G. Carvey. 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആരുടെ റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇവാൻ മാക്ഫേഴ്സൺ. ഇവാൻ മാക്ഫേഴ്സൺ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു 95 ആ കമ്മിറ്റി സമർപ്പിച്ച ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ ഇവാൻ മാക്ഫേഴ്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഇടയിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ the member have the right to be actively involved in setting policies and in making key decision. Okay. അടുത്തത്, the members can accept responsibilities of membership without considering gender, social, racial, political or even religious factors. Option C, cooperative provides education and training only for the members. Option D, the member have the right to get dividend based on capital contribution. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഡിസിഷൻ, മെമ്പേഴ്സിന് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയുടെ ആയിരിക്കും, മെമ്പേഴ്സിൻ്റെ ആയിരിക്കും. അടുത്തത് പറഞ്ഞിരിക്കുന്ന മെമ്പർഷിപ്പിൻ്റെ ക്യാൻ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെമ്പർഷിപ്പ് വിത്തൗട്ട്. ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കരുത്? ജെൻഡർ, സോഷ്യൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഈവൻ റിലീജിയസ് ഫാക്ടേഴ്സ് വിത്തൗട്ട് കൺസിഡറിങ്. നമ്മളതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് മെമ്പർഷിപ്പ്. ഈ കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്. പിന്നെ കോപ്പറേറ്റീവ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺലി ഫോർ മെമ്പേഴ്സ്. അത് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും മെമ്പേഴ്സിന് മാത്രമാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻഡ് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓരോ മെമ്പറിനും അവരുടെ ഡിവിഡൻഡ് കിട്ടുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അവർക്ക്
ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മെമ്പേഴ്സിന് മാത്രമല്ല എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺലി ഫോർ മെമ്പേഴ്സ് എന്ന് പറയുന്ന അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാഷ് ട്രേഡിംഗ് ഈസ് സജസ്റ്റഡ് അസ് വൺ ഓഫ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ബൈ ഓപ്ഷൻ എ റോച്ച്ഡെയിൽ പൈനിയേഴ്സ്, ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി ICA in 1995, ഓപ്ഷൻ ഡി ഇവാൻ മാക്ഫേഴ്സൺ. കോപ്പറേറ്റീവിൻ്റെ ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആയിരുന്നു. പിന്നെ വീണ്ടും അത് ICA ഏറ്റെടുത്തു. ICA എന്താണ് 1937 സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. ICA അത് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ വരുന്നത് 1966 കാർവേ കമ്മിറ്റി, DG കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ അത് വീണ്ടും മാറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന 1966 പിന്നെ 1995 ഇവാൻ മാക്ഫേഴ്സൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടും അതൊന്നും കൂടെ മാറ്റി പ്രിൻസിപ്പിൾസ് വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നത് 95 ഓക്കെ, ഇതിലേതിലാണ് ക്യാഷ് ട്രേഡിംഗ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. അതായത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ എന്താണ് പ്രിൻസിപ്പിൾസിലും ക്യാഷ് ട്രേഡിംഗ് ഉണ്ട്. റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആണ് ഈ ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ICA അഡോപ്റ്റ് ചെയ്തപ്പോൾ ICAയുടെയിലും വന്നതാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1966, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 1995. കാർവേ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1964 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1966. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1966. DG കാർവേയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മിറ്റി ഉണ്ടായിരുന്നത്. അവർ കൊണ്ടുവന്ന പുതിയ പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട്. കാർവേസ് പ്രിൻസിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ ദ വേർഡ് ഫൈൻഡ് റേഫിസാൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഓപ്ഷൻ എ സർ ഫെഡറിക് നിക്കോൾസൺ, ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ സി പ്രൊഫസർ DG കാർവേ, ഓപ്ഷൻ ഡി DR ഗാഡ്ഗിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫെഡറിക് നിക്കോൾസൻ്റെ റിപ്പോർട്ടാണ് ഫൈൻഡ് റേഫിസാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കേരള ബാങ്കിൻ്റെ എക്സാമിനും JCIയുടെ എക്സാമിനും ഈ കോപ്പറേഷനും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 2 ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഓരോ സ്റ്റേജിലുള്ള പ്രിൻസിപ്പളിനെ പറ്റിയും കൂടുതൽ എടുത്തവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ സ്റ്റേജസും പഠിക്കുക. ആകെ നമുക്ക് 4 സ്റ്റേജസ് ഉണ്ട്, ആ 4 സ്റ്റേജസും പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ കോപ്പറേറ്റീവ് എക്കണോമിക് സിസ്റ്റം, സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, അതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കി പഠിക്കുക. അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്